നല്ല പഴുത്ത മാങ്ങ കഴിക്കാനായിട്ട് ഇനി മാങ്ങയുടെ സീസണിന് വേണ്ടി ആരും കാത്തിരിക്കേണ്ട. ഇതുപോലെ നമ്മൾ മാങ്ങ ഉണ്ടാകുമ്പോൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ വർഷങ്ങളോളം കേടുവരില്ല. നല്ല രുചിയാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. വായിൽ വെള്ളമൂറും, അത്ര ടേസ്റ്റാണ്. ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് മാങ്ങ എടുത്തിട്ടുണ്ട്. ഒരളവും കാര്യങ്ങളൊന്നും പറയുന്നില്ല. ചിലരുടെ വീട്ടിലൊക്കെ ഇഷ്ടം പോലെ പഴുത്തിങ്ങനെ മാങ്ങ ചാടി കിടപ്പുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ഒരുപാട് മാങ്ങയൊക്കെ എടുത്ത് ചെയ്യുകയാണെങ്കിലേ വളരെ നല്ലതാണ്. കേടുവരുത്തി കളയണ്ട കേട്ടോ. അപ്പോൾ അതാ മാങ്ങ നമ്മൾ ഓരോന്നും എടുത്തിട്ട് കത്തി വെച്ചിട്ട് ഇങ്ങനെ വരഞ്ഞിട്ട് ഒരു സ്പൂൺ വെച്ച് പ്രസ് ചെയ്യുമ്പോഴേക്കും ഇതിൻ്റെ ഉൾഭാഗത്തുള്ള ആ ഒരു മാങ്ങയുടെ കാമ്പ് മുഴുവനായിട്ട് നമുക്ക് കിട്ടും. അങ്ങനെ ഞാൻ മുഴുവൻ എന്താ ഒരു ബൗളിലോട്ടൊന്ന് മാറ്റിയെടുക്കുകയാണ്. വലിയൊരു പണിയും കാര്യങ്ങളൊന്നുമില്ല, ഒരൊറ്റ ചേരുവേ ഉള്ളൂ. ഇപ്പം ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ മഴയൊക്കെ പെയ്യുന്ന സമയങ്ങളിലൊക്കെ നമുക്കിങ്ങനെ ഓരോന്ന് എടുത്ത് കഴിക്കാൻ നല്ല വേറൊരു ഫീലാണ് കേട്ടോ. ഒരു നൊസ്റ്റാൾജിയ ഫീലാണ്. തീർച്ചയായിട്ടും ഇത് ചെയ്ത് നോക്കുക. നമ്മുടെയൊക്കെ കുട്ടിക്കാലങ്ങളിലൊക്കെ നമ്മുടെയൊക്കെ ഉമ്മമാർ മാങ്ങ ഇങ്ങനെ പഴുത്ത മാങ്ങ ഒത്തിരി കിട്ടുന്ന സമയത്ത് ഇങ്ങനെ ചെത്തിയിട്ട് വെയിലത്ത് വെച്ച് ഉണക്കൂലേ. മഴക്കാലങ്ങളിലൊക്കെ എടുക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കും. പിന്നെ അതുപോലെ തന്നെ ഉണക്കിയ രീതിയിൽ തന്നെ കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ് അതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ. ഇപ്പോൾ ഒന്നും അതിനൊന്നും ആളെ കിട്ടൂലല്ലേ, പണ്ടത്തെ പോലെ. ഇതൊക്കെ ഇപ്പോൾ ഭാരിച്ച പണിയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഇതുപോലെയൊക്കെ ചെയ്തിട്ട് ഒരു നല്ലൊരു ബോട്ടിലിൽ ആക്കി വെക്കുക കേട്ടോ. അല്ലെങ്കിൽ നല്ലൊരു അടപ്പുള്ള പാത്രത്തിലൊക്കെ വെക്കുകയാണെങ്കിൽ ഒത്തിരി കാലം കേട് കൂടാതെ നിൽക്കും. അങ്ങനെ മാങ്ങ നമ്മൾ മുഴുവൻ ഞാൻ ഏകദേശം ഒരു 5-6 മാങ്ങയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ കിട്ടിയ മാങ്ങയാണ്. ഈ ഒരു മാങ്ങ വെച്ചിട്ട് ചെയ്യാമെന്ന് കരുതി മുഴുവൻ മാങ്ങയും ഇതുപോലെ അതിൻ്റെ ആ ഒരു കാമ്പൊക്കെ എടുത്ത് ഒരു ബൗളിലോട്ടൊന്ന് മാറ്റി കൊടുത്ത് ഇനി നമ്മൾ മിക്സിൻ്റെ ജാർ എടുക്കുകയാണ്. മിക്സിൻ്റെ ജാർക്ക് ഈ ഒരു മാങ്ങ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് അത്യാവശ്യം മധുരമുള്ള മാങ്ങയാണ് കേട്ടോ. ഇനിയിപ്പോൾ പുളിയുള്ള രൂപത്തിലുള്ള മാങ്ങയാണെങ്കിൽ നമുക്ക് എടുക്കാവുന്നതാണ്. ആവശ്യത്തിനുള്ള പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. ചില പുളിമാങ്ങ കഴിക്കാനേ പറ്റൂലല്ലേ, പഴുത്താലും കഴിക്കാൻ പറ്റാത്ത മാങ്ങയൊക്കെ ഉണ്ട്. അപ്പോൾ എന്താ ചെയ്യാന്ന് കരുതിയിട്ടേ നിങ്ങൾ ആരും ടെൻഷൻ ആവണ്ട, ഇതുപോലെ ചെയ്തോളൂ കേട്ടോ. ഉണക്കി കഴിഞ്ഞാൽ നല്ല രുചിയോട് കൂടിയിട്ട് തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. ഒരു തുള്ളി വെള്ളം ചേർക്കാതെ നല്ല സ്മൂത്തായിട്ട് വേണം നമ്മൾ ഈ ഒരു മാങ്ങ അരച്ചെടുക്കാനായിട്ട്. ഇതുപോലെ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരണേ. നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളാരും മറക്കല്ലേ. എല്ലാവർക്കും ഇത് ഒത്തിരി യൂസ്ഫുൾ ആവും. അപ്പോൾ ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്തിട്ട് നേരെ നമ്മുടെ ഈ ഒരു മാങ്ങയുടെ പൾപ്പ് അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫുള്ളായിട്ട് അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു തുള്ളി വെള്ളം നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല. നല്ല രീതിയിൽ തന്നെ ഈ ഒരു മാങ്ങയുടെ പൾപ്പ് നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം. ഒരുപാട് തീ കൂട്ടി വെച്ചിട്ട് പെട്ടെന്ന് അങ്ങോട്ടായി കിട്ടട്ടെ എന്ന് കരുതിയിട്ട് തീ കൂട്ടല്ലേ, കുറഞ്ഞ തീയിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ആ ഒരു മാങ്ങയിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് മാറി നല്ല രീതിയിൽ തന്നെ ഒന്ന് കുറുകി കിട്ടണം. ഇനിയിപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ മാങ്ങ ഇല്ലെങ്കിൽ നിങ്ങൾ ടെൻഷനാവൊന്നും വേണ്ട. 1.5 കിലോ 2 കിലോ 100 എന്നൊക്കെ പറഞ്ഞിട്ട് ഈ അങ്ങാടിക്കടകളിലൊക്കെ ഇഷ്ടം പോലെ കിട്ടാനുണ്ടല്ലേ. ഗുഡ്സ് പോലെയുള്ള വണ്ടികളിലൊക്കെ നല്ല മധുരമുള്ള മാങ്ങ തന്നെ. കുറച്ച് മാങ്ങ എടുത്തിട്ട് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്തോളൂ കേട്ടോ. മഴയത്തൊക്കെ നമുക്കെടുത്ത് അങ്ങനെ കഴിക്കാം. അപ്പോൾ അതാ ഞാൻ മാങ്ങ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അടിയിലൊന്നും പിടിക്കാതെ നോക്കണേ. ഇനി നമ്മൾ എന്തെങ്കിലും ജോലിൻ്റെ ഇടയിലാണ് ഇത് റെഡിയാക്കുന്നതെങ്കിൽ ഇടയ്ക്കൊക്കെ വന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അതുപോലെ തന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ തന്നെ ഇത് ചെയ്യാൻ നോക്കട്ടോ. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്നൊന്നും ഒട്ടിപ്പിടിക്കൂല. നമുക്ക് നമ്മുടെ ജോലി നടക്കും, ഇവിടെ ഈ പരിപാടി നടക്കും. അപ്പോൾ അതാ കുറുകി വരുന്നുണ്ട്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം. ഇതിലോട്ട് നമുക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിവിടെ നല്ല മധുരമുള്ള മാങ്ങ ആയതുകൊണ്ട് തന്നെ ഞാൻ ഏകദേശം ഒരു 1/4 കപ്പോളം പഞ്ചസാര ചേർക്കുന്നുള്ളൂ. പുളി ഇല്ലാത്ത മാങ്ങയാണെങ്കിൽ നിങ്ങളൊരു 1/2 മുറി നാരങ്ങാനീരും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് അത്യാവശ്യം പുളിയുള്ള മാങ്ങയാണ്. ഇനിയിപ്പോൾ നമ്മൾ നാരങ്ങാനീരൊന്നും ചേർക്കുന്നില്ല. ഈ ഒരു കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തു, അത്രമാത്രം മതി. ഞാൻ പറഞ്ഞല്ലോ, പുളിയില്ലാത്ത അങ്ങനെ നല്ല അങ്ങനെ മധുരമുള്ള മാങ്ങയാണെങ്കിൽ ഒരു ഇച്ചിരി നാരങ്ങാനീര് ഒഴിച്ച് കൊടുത്തോളൂ. അതുപോലെ തന്നെ ഒരു നുള്ളു ഉപ്പ് നമുക്ക് ലാസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം അങ്ങനെ ആകുമ്പോൾ മധുരമൊക്കെ നല്ല രീതിയിൽ തന്നെ ബാലൻസ് ആയി കിട്ടും. ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല രീതിയിൽ തന്നെ കുറുകി വന്നിട്ടുണ്ട് നമ്മുടെ ഈ ഒരു മാങ്ങയുടെ പൾപ്പ്. തീ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമുക്കിങ്ങനെ പെട്ടെന്ന് അടി പിടിക്കുക, വക്കീലൊക്കെ അങ്ങനെ കരിഞ്ഞ് പിടിക്കും. ഈ ഒരു സമയമൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം നല്ല ടൈറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരൊറ്റ ദിവസം മതി നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇനിയിപ്പോൾ നിങ്ങൾ ഒരുപാട് കാലത്തിനൊക്കെ സ്റ്റോർ ചെയ്യാൻ കൂടുതൽ റെഡിയാക്കുകയാണെങ്കിൽ ഒരു 2-3 ദിവസമൊക്കെ വെയിലത്തിട്ട് നന്നായിട്ട് ഉണക്കിയെടുത്താൽ മാത്രം മതിയാകും കേട്ടോ.
അത്രയേ ഉള്ളൂ. ഞാനിതിലോട്ട് ഉപ്പ് ചേർത്തിട്ടില്ല. ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്താൽ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടും, കേട് വരാതെ നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് വന്നപ്പോൾ സംഭവം പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാലം പോയിട്ട് ഞാൻ തന്നെയാണ് കേട്ടോ അത് മുഴുവൻ. എനിക്കറിയില്ല, ഭയങ്കര രുചി കേട്ടോ. വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുക. ഞാനങ്ങനെ എടുത്ത് കഴിച്ചു. നല്ലൊരു പുളിയും മധുരവും ഒക്കെ കൂടിയിട്ട് സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ. അങ്ങനെ ഉപ്പൊക്കെ ചേർത്ത് നല്ല രീതി തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ സ്റ്റീലിൻ്റെ പ്ലേറ്റ് ഉണ്ടാവുമല്ലോ, നമ്മൾ ചോറൊക്കെ കഴിക്കാൻ എടുക്കുന്ന, അതിലൊരിച്ചിരി സൺഫ്ലവർ ഓയിലാണ് കേട്ടോ തേച്ച് കൊടുക്കുന്നത്. നമ്മൾ ഈ സ്മെല്ലുള്ള നെയ്യ് അതുപോലെ തന്നെ വെളിച്ചെണ്ണ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തേക്കാതിരിക്കുക. ഇനിയിപ്പോൾ തേച്ചില്ല എന്ന് കരുതിയിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. ഞാനൊരു 2 പ്ലേറ്റിലാണ് ഇതുപോലെ തേച്ച് കൊടുത്തത്. ബാക്കിയുള്ള പ്ലേറ്റുകളൊന്നും എണ്ണ തൂത്തിയില്ല കേട്ടോ. എന്നിട്ടും നല്ല രീതിയിൽ തന്നെ അതൊന്ന് വിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് കട്ടിക്ക് ചെയ്യണവർക്ക് കട്ടിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ 2 ദിവസം വെയിലത്ത് വെക്കേണ്ടി വരും. അപ്പോൾ ഞാനിതാ കുറച്ചൊക്കെ ചെറിയ രീതിയിൽ കട്ടിയിലാണ് കേട്ടോ. പക്ഷേ ഉണങ്ങി വന്നപ്പോൾ തീരെ കട്ടിയില്ലായിരുന്നു കേട്ടോ. നല്ല നൈസായിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഇതുപോലെ ഒന്ന് കനം കുറച്ചിട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് കിട്ടും. അപ്പോൾ ബാക്കിയുള്ള പ്ലേറ്റിലൊക്കെ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കട്ടോ. അപ്പോൾ അത്യാവശ്യം കൂടുതൽ തന്നെ നമ്മളെടുത്തുകൊണ്ട് കുറേ പ്ലേറ്റിൽ ഇതുപോലെ ചെയ്യാനായിട്ടുണ്ടായിരുന്നു. ഈ റെസിപ്പി ആരെങ്കിലുമൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? മാങ്ങയൊക്കെ ഉണ്ടോ? മാങ്ങ പഴുത്ത് തുടങ്ങിയോ? ഇനിയിപ്പോൾ ചെനച്ച മാങ്ങ വെച്ചിട്ടും നമുക്ക് ഈ റെസിപ്പി ചെയ്യാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ പച്ച മാങ്ങ വെച്ചിട്ടും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ പച്ചമാങ്ങേൻ്റെ ആ പഴുപ്പിൽ നമ്മൾ വേവിക്കുന്ന സമയത്ത് അതിലോട്ട് ഒരു 2 വറ്റൽമുളകും ഒരു ഇച്ചിരി ചെറിയ ജീരകം അതുപോലെ തന്നെ കുറച്ച് ഉലുവ എല്ലാം കൂടി ഒന്ന് വറുത്ത് പൊടിച്ചിട്ട് കൂടി ചേർത്തിട്ട് ഇതുപോലെ ഉണക്കിയെടുക്കുകയാണെങ്കിൽ പച്ചമാങ്ങ വെച്ചാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. പഴുത്ത മാങ്ങ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പഴുത്ത മാങ്ങ തന്നെ റെഡിയാക്കിക്കോളൂ. അപ്പോൾ അതാ മുഴുവൻ മാങ്ങയുടെ പഴുപ്പും ഞാനിത് ഓരോ പ്ലേറ്റിലോട്ട് ഇങ്ങനെ മാറ്റി കൊടുക്കാനായിട്ടോ. നല്ല കട്ടിയിൽ വെച്ച് ചെയ്യുമ്പോൾ കഴിക്കാൻ നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഉണങ്ങി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് കനം കുറച്ച് പരത്തിയെടുക്കണം. സിമ്പിളല്ലേ പരിപാടി. ഇനി ഞാനിത് വെയിലത്ത് വെക്കുകയാണ്. രാവിലെ ഒരു 10-11 മണിക്കൊക്കെ വെച്ചാൽ ഈവനിങ്ങിലൊക്കെ ആകുമ്പോഴേക്കും ഇത് നല്ല അടിപൊളിയായിട്ട് കളറൊക്കെ ചേഞ്ചായി നല്ല രീതിയിൽ തന്നെ ഉണങ്ങി കിട്ടും കേട്ടോ. പോരാത്തിന് നല്ല വെയിലാണല്ലേ. ഈ ചുട്ട് കൊള്ളുന്ന വെയിലത്തൊക്കെ തന്നെയാണ് ഇതുപോലെ നമ്മൾ ഉണക്കാൻ വെക്കേണ്ടത്. ഇനി മഴക്കാലത്തൊക്കെ നമുക്ക് എടുത്ത് കഴിക്കാനുള്ളതാണ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഉണങ്ങി കിട്ടിയാൽ നമുക്കിത് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഞാൻ വെയിലത്ത് വെക്കണതും എടുക്കണതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ ഇതുപോലെ ആയി കിട്ടും. ഞാൻ പറഞ്ഞല്ലോ, ഒരു കുറച്ച് ദിവസത്തിന് സ്റ്റോർ ചെയ്യാനാണെങ്കിൽ ഒരു 2 ദിവസമൊക്കെ നല്ല രീതിയിൽ തന്നെ വെയിൽ കൊള്ളിക്കട്ടോ. പൂപ്പല കാര്യങ്ങളൊന്നും വരില്ല, അത് 100% ഉറപ്പാണ്. പക്ഷേ സംഭവം ഒരു തവണ നമ്മൾ കഴിച്ചു തുടങ്ങിയാൽ പിന്നെ നിർത്താൻ തോന്നില്ല കേട്ടോ. കഴിച്ചു കൊണ്ടേ ഇരിക്കും. അപ്പോൾ അതൊരു കത്തി വെച്ചിട്ട് ജസ്റ്റ് പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കൈ വെച്ചിട്ട് ഇങ്ങോട്ട് വലിച്ചെടുത്താൽ മാത്രം മതി. വലിയൊരു പണിയൊന്നും അങ്ങ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഇതാ ഇതുപോലെ കിട്ടും കേട്ടോ. പൊട്ടിപ്പോകുന്നുള്ള ടെൻഷനോ പേടിയോ ബേജാറോ ഒന്നും വേണ്ട. ഉണ്ടല്ലോ, ഈസിയാണ് കേട്ടോ. പെട്ടെന്ന് കിട്ടും. അങ്ങനെ വലിച്ചു കൊടുത്താൽ മതി. കാണാൻ എന്താ ഭംഗിയില്ലേ, ആ ഒരു കളറും. അതുപോലെ തന്നെ ഒരുപാട് കട്ടിയിലൊന്നുമില്ല, കനം കുറച്ചിട്ടാണ് നമ്മളിന്ന് ചെയ്തെടുത്തത്. സൂപ്പറായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതുപോലെ ഇങ്ങ് വലിച്ചെടുത്താൽ മതി. കണ്ടോ, അടിപൊളിയല്ലേ, എന്താ ഭംഗിയില്ലേ. ഇത് കഴിക്കാനോ അതിലേറെ ടേസ്റ്റാണ് മക്കളെ. വല്ലതും നമ്മൾ പ്ലേറ്റിൽ നിന്ന് ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഒന്ന് മാറ്റി കൊടുക്കാം. എണ്ണ നമ്മൾ ഇതിൽ തേച്ച് കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ വെളിച്ചെണ്ണ നെയ്യൊക്കെ എടുത്താൽ അതിൻ്റെ സ്മെല്ലായിരിക്കും. അപ്പോൾ നമുക്ക് മാങ്ങയുടെ ആ ഒരു കറക്റ്റ് സ്മെല്ലും കാര്യങ്ങളൊന്നും കിട്ടില്ല. സൺഫ്ലവർ ഓയിൽ ഉണ്ടെങ്കിൽ അത് തേച്ച് കൊടുക്കുക, ഇല്ലെങ്കിൽ അതുപോലെ പ്ലെയിൻ ആയിട്ട് തന്നെ ഒഴിച്ചോളൂ കേട്ടോ. ചൂടായിട്ട് ഇങ്ങനെ വരുമ്പോൾ തന്നെ ഈ തട്ടുന്ന് വിട്ട് കിട്ടും ചെയ്യും. നല്ല രീതിയിൽ തന്നെ ഒന്ന് ഉണങ്ങി കിട്ടുമ്പോൾ പെട്ടെന്ന് തന്നെ സെറ്റാകുന്നുണ്ട്. കണ്ടല്ലോ, ഇത്ര പെട്ടെന്നാണ് നമ്മൾ ഓരോന്ന് ആ പാത്രത്തിൽ നിന്ന് എടുക്കുന്നത്. ഇതുപോലൊരു പാത്രം തന്നെ വേണമെന്നില്ല കേട്ടോ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വലിയ തട്ടൊക്കെ നമ്മുടെ കയ്യിലൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു വലിയ തട്ടിൽ വെച്ചിട്ട് ഉണക്കിയെടുത്താൽ മതി. പഴയ കാലങ്ങളിലൊക്കെ പായ ഉണ്ടല്ലോ, നമ്മളെ ഓല കൊണ്ടുള്ള പായ, അതിൽ വെച്ചിട്ട് ഇങ്ങനെ മാങ്ങ ഇങ്ങനെ നല്ല പഴുത്ത മാങ്ങ ഇങ്ങനെ വെറുതി അങ്ങനെ ഫുള്ളായിട്ട് വെറുതിയിട്ട് വെയിലത്ത് വെച്ച് ഉണക്കും. പിന്നെ ഇതുപോലെ ഒന്ന് തട്ടിയെടുക്കാറാണ് കേട്ടോ പതിവ്. അപ്പോൾ ഇപ്പം അതിനൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ മടിയാണ്. പിന്നെ അതിനൊന്നും സമയമില്ലല്ലേ.
ഇതാവുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഗ്യാസിൽ വെച്ച് ഉണ്ടാക്കുന്നു, വെയിലത്ത് വെക്കുന്നു, ഈവനിങ്ങിൽ എടുത്തു കൊണ്ടുവരാം, പരിപാടി അവിടെ കഴിഞ്ഞു. മറ്റേത് ഓരോന്നോരോന്നിങ്ങനെ മാങ്ങ വെച്ച് വരുമ്പോൾ ഒരുപാട് സമയമാണ്. അപ്പോൾ കണ്ടല്ലോ, കാണാൻ നല്ല ഭംഗിയില്ലേ? അതുപോലെ തന്നെ ഇത് കഴിക്കാനായിട്ടും നല്ല രുചിയാണ്. ഞാനിത് ഒന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. റോൾ ചെയ്തപ്പോൾ വേറെ ലെവലായിട്ടോ, കാണാൻ എന്തൊരു ഭംഗിയില്ലേ? ഇത് സ്റ്റോർ ചെയ്യുന്ന രീതി അത് നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. റോൾ ചെയ്ത് വെക്കുക, ചെറുതായിട്ട് മടക്കി വെക്കുക, എങ്ങനെയായാലും സൂപ്പറായിരിക്കും. ഇതുപോലെയുള്ള മിഠായി പഴയ കാലങ്ങളിലൊക്കെ കിട്ടിയിരുന്നു, ഇപ്പം ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇനി സൂപ്പർ മാർക്കറ്റുകൾ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. ഏതായാലും നമ്മൾ കൈകൊണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. കേടുവരാതിരിക്കാനുള്ള കെമിക്കലോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല. എങ്കിലോ നല്ല അടിപൊളി പെർഫെക്ഷനോട് കൂടിയിട്ട് നമുക്ക് കിട്ടിയിട്ടുമുണ്ട്. കണ്ടല്ലോ, കാണുമ്പോൾ തന്നെ ഒരു വേറെ ലെവലാണല്ലേ? അത് പെട്ടെന്ന് പൊട്ടിപ്പോവുകയെ കയ്യിലിട്ട് പൊട്ടി അങ്ങനെയൊന്നുമില്ല കേട്ടോ. നല്ല ഉറപ്പുണ്ട്. കയ്യിൽ വെച്ച് ഞാനിങ്ങനെ റോൾ ചെയ്തെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്തിട്ട് ജസ്റ്റ് റോൾ ചെയ്തിട്ട് അങ്ങനെയും വെക്കാം. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒന്ന് ഭംഗിയാക്കിക്കോളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, നിങ്ങളെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. നമ്മുടെ ഫാമിലിയിലോട്ടും ഫ്രണ്ട്സിനും എല്ലാവരിലേക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അറിയാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കട്ടെ. ചിലരുടെ വീടുകളിലൊക്കെ ഇഷ്ടം പോലെ മാങ്ങ അങ്ങനെ പഴുത്ത് മുറ്റത്ത് ചാടി കിടപ്പുണ്ടാവും. പല ഐറ്റം നമ്മൾ പരീക്ഷിച്ച് നോക്കുന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് സാധനം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിന് യാതൊരു വിലയുണ്ടാവില്ലല്ലേ? എന്തെങ്കിലും ഇല്ലാത്തതാണെങ്കിൽ അത് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് പ്രത്യേകിച്ച് നമ്മളെ മലയാളികൾ. അപ്പോൾ കയ്യിലുള്ളവരെന്ത് ചെയ്യുക, ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്യുക, നമ്മൾ അടുത്തേക്കൊക്കെ കൊടുക്കുക. എല്ലാവരും ഉണ്ടാക്കട്ടെ. അടിപൊളി റെസിപ്പിയാണ്. നമുക്ക് മിഠായി തന്ന രൂപത്തിൽ ഇതിങ്ങനെ കഴിച്ച് തന്നാൽ മതി. ഇനിയിപ്പോൾ ഷുഗറൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറച്ചോളൂ, അല്ലെങ്കിൽ പഞ്ചസാര ഇടുന്നത് തന്നെ അങ്ങോട്ട് ഒഴിവാക്കിക്കൊള്ളു കേട്ടോ. അപ്പോൾ ഒരു ചെറിയൊരു മധുര പുളിയൊക്കെ ആകുമ്പോൾ നല്ല രുചി കൂടാൻ വേണ്ടിയിട്ടാണ് ഒരു ഇച്ചിരി പഞ്ചസാര ചേർത്തത്. അപ്പോൾ നമ്മളെ സനു ഇതാ തിന്നോക്കുന്നുണ്ട്. ഓന് ഭയങ്കര ഇഷ്ടമായിരിക്കണം കേട്ടോ. ഓന് ഈ പുളിഞ്ചിൻ്റെ ആളാണ്. അപ്പോൾ അതങ്ങനെ 10 റുപ്യക്ക് കൊണ്ടുവന്ന് തിന്നും. അപ്പോൾ ഇത് കഴിച്ച് തുടങ്ങുമ്പോൾ ഇതും ഓന് ഭയങ്കര ഇഷ്ടമായി. ഏതായാലും ഞാനിതാ റോൾ ചെയ്ത് വെച്ച് ഒരു ചെറിയ കഷ്ണം പിച്ചി കഴിച്ച് നോക്കി. സൂപ്പറായിരുന്നു. തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഫുള്ള് ഏകദേശം മുഴുവനും ഞാൻ തന്നെയാണ് കേട്ടോ തിന്ന് തീർത്തത്. എനിക്കറിയില്ല, ഭയങ്കര ഒരു ടേസ്റ്റായിരുന്നു. അതിലുപരി നല്ലൊരു സ്മെല്ലും ഉണ്ടായിരുന്നു കേട്ടോ. ആ ഒരു വെയിലേറ്റ് ഉണങ്ങിയ ആ ഒരു സ്മെല്ല് എനിക്കറിയില്ല, എന്താ അറിയില്ല, വല്ലാത്തൊരു ഇഷ്ടം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. എന്താ ചെയ്യുക, നമ്മുടെ വീഡിയോക്ക് എല്ലാവരും ഒരു ലൈക്ക് തരിക. ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അള്ളാ നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവരോടും അസ്സലാമു അലൈക്കും.